നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സുഗേഷ്. ആദ്യം പ്രധാന വാർത്തകൾ. വിലക്കയറ്റത്തിന് വിരാമമിടാൻ പൊതുവിപണിയിൽ നിരന്തരം ഇടപെടലാണ് കൺസ്യൂമർ ഫെഡ് സമയസന്ദർഭോചിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. സാമൂഹ്യനീതിക്കായി സമുദായം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അപകടങ്ങളും മരണങ്ങളും തുടർച്ചയായി ഉണ്ടാകുന്ന പോട്ട ആശ്രമം ദേശീയപാത ജംഗ്ഷൻ താൽക്കാലികമായി അടയ്ക്കാൻ തീരുമാനിച്ചു. കൊരട്ടി പഞ്ചായത്ത് തല പഠനോത്സവം സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് ചൂട് ഉയരുമെന്ന് മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. വിലക്കയറ്റത്തിന് വിരാമമിടാൻ പൊതുവിപണിയിൽ നിരന്തരം ഇടപെടലാണ് കൺസ്യൂമർ ഫെഡ് സമയസന്ദർഭോചിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. കേച്ചേരിയിൽ കേരള സംസ്ഥാന കൺസ്യൂമർ ഫെഡറേഷന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസിയിൽ പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാർക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ദൗത്യവും കൺസ്യൂമർ ഫെഡ് ഏറ്റെടുക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സഹകരണ മേഖല ഇപ്പോൾ ആധുനിക സേവന രംഗത്തും മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ട് പ്രവർത്തനം നയിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കൺസ്യൂമർ ഫെഡിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസി. കേരള ആരോഗ്യ സർവകലാശാലയുടെയും ഫാർമസി കൗൺസിലിന്റെയും അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ B.Pharm, D.Pharm കോഴ്സുകളിലായി നിരവധി വിദ്യാർത്ഥികളാണ് പഠനം നടത്തുന്നത്. സഹകരണ വകുപ്പിൽ നിന്നുള്ള പ്രൊഫഷണൽ എഡ്യൂക്കേഷണൽ ഫണ്ടിൽ നിന്നാണ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി 5 കോടി രൂപ ലഭിച്ചത്. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ കൺസ്യൂമർ ഫെഡ് മാനേജിംഗ് ഡയറക്ടർ M. സലീം റിപ്പോർട്ട് അവതരിപ്പിച്ചു. സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ D. സജിത് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനം കേരള ആരോഗ്യ സർവകലാശാല രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ ഗോപകുമാർ S. നിർവഹിച്ചു. മറ്റു ബഹുമാന്യരായ അതിഥികളെ, സദസ്സിലെ ബഹുമാന്യരെ, നമ്മുടെ സംസ്ഥാനത്തല്ലാത്ത ഘട്ടങ്ങളിലും ബൃഹത്തായ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചടങ്ങ് ഔപചാരികമായിട്ട് പ്രിയങ്കരനായ നിങ്ങളുടെ രജിസ്ട്രാർ ഡോക്ടർ C. കൺസ്യൂമർ ഫെഡ് നമ്മുടെ സംസ്ഥാനത്ത് അപ്പോൾ സഹകരണ മേഖല എല്ലാ രംഗത്തും സോഷ്യൽ കമ്മിറ്റ്മെന്റോടുകൂടി, എൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് സോഷ്യൽ കമ്മിറ്റ്മെന്റാണ്. ആ സോഷ്യൽ കമ്മിറ്റ്മെന്റോടുകൂടി പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഈ ആശ്വാസം കിട്ടുന്നത്. ഇപ്പൊ ഇവിടെ പഠിക്കുന്ന B.Pharm കോഴ്സിലായിരുന്നാലും D.Pharm കോഴ്സിലായിരുന്നാലും വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ സൂചിപ്പിക്കപ്പെട്ടവിടെ മെറിറ്റോട് കൂടി അവരുടെ വിദ്യാഭ്യാസം പൂർണ്ണതയിലെത്തിച്ച് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടി തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് 100% റിസൾട്ട് ഇവിടുത്തെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉറപ്പായത് എന്നത് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം സഹകരണ വകുപ്പിലൂടെ അഭിമാനമാണ്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും റിസൾട്ട് നല്ല വിജയം ഉറപ്പാക്കുന്ന രൂപത്തിലേക്കുള്ള മെച്ചപ്പെട്ട റിസൾട്ട് ഉറപ്പാക്കും. ഇനി ഇവിടെ മാത്രമല്ല, കേരളത്തിൽ ഞങ്ങൾ കേപ്പ് എന്ന് പറയുന്ന സഹകരണ സ്ഥാപനം ഉണ്ട്. 9 എഞ്ചിനീയറിംഗ് കോളേജുണ്ട് സഹകരണ മേഖലയ്ക്ക്, 5 പോളിടെക്നിക്കുകളുണ്ട്, ഒരു നഴ്സിംഗ് കോളേജ് ആലപ്പുഴ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഇനി 5 എണ്ണം കൂടെ തുടങ്ങുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഞങ്ങൾ ഒരെണ്ണം കൂടി ആലോചിക്കുന്നുണ്ട്, നമ്മുടെ ചില്ലപ്പള്ളിയുടെ മണ്ഡലത്തിൽ വടക്കാഞ്ചേരി. അപ്പോൾ ഒരെണ്ണം സ്ഥാപിച്ചു കഴിഞ്ഞു. ആലപ്പുഴയിൽ ഞങ്ങൾ തുടങ്ങി, കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്തു. ഈ 4 നഴ്സിംഗ് കോളേജ് കൂടി ഉദ്ദേശിക്കുക. അപ്പൊ ഈ നിലയിൽ സഹകരണ മേഖലയിൽ ഇത്തരത്തിലുള്ള ആതുര സേവന രംഗത്തെ വിദ്യാഭ്യാസം കൂടി ഉറപ്പാക്കി മുന്നോട്ട് വരുന്ന പ്രവർത്തനങ്ങളുമായി കൂടി ഞങ്ങൾ മുന്നോട്ട് വരികയാണ്.
അപ്പോൾ കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം ജനജീവിതത്തിൻ്റെ എല്ലാ മേഖലയും ആളുകളുടെ ധാരണ ഈ ബാങ്ക് എന്ന് പറയുമ്പോൾ അതിൽ നിക്ഷേപം വാങ്ങലും ലോൺ കൊടുക്കലും പലിശ വാങ്ങലും മാത്രമാണെന്നുള്ള അല്ല, ഒരു ഭാഗം മാത്രമാണ്. കേരളത്തിന്റെ സാമ്പത്തിക, കാർഷിക, വ്യാവസായിക, തൊഴിൽ, വിദ്യാഭ്യാസ, ആരോഗ്യ, ഭവന നിർമ്മാണം. സാമൂഹ്യനീതിക്കായി സമുദായം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഒറ്റക്കെട്ടായി നിന്ന് സമുദായ ശക്തി സമാഹരണം നടത്തിയാൽ മാത്രമേ സാമൂഹ്യനീതി ലഭിക്കുകയുള്ളൂവെന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞു. സാമൂഹ്യനീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനസംഖ്യാനുപാതികമായ നീതി ഇഴവ സമുദായത്തിന് ലഭിക്കണം എന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. SNDP യോഗം കൊടകര യൂണിയൻ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. യൂണിയൻ വൈസ് പ്രസിഡന്റ് PK സുഗതൻ അധ്യക്ഷനായി. യൂണിയൻ സെക്രട്ടറി KR ദിനേശൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. നാഷണൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് നേടിയ ഡോക്ടർ അമൽ C രാജൻ, JRF അവാർഡ് ജേതാവ് NB ലക്ഷ്മി, യൂണിയൻ ആസ്ഥാന മന്ദിരം നിർമ്മിച്ച കോൺട്രാക്ടർ ലിജോ ജോസഫ് എന്നിവരെ ജനറൽ സെക്രട്ടറി ആദരിച്ചു. പുതുക്കാട് യൂണിയൻ സെക്രട്ടറി TK രവീന്ദ്രൻ, പ്രസിഡന്റ് CJ ജനാർദ്ദനൻ, മോഹനൻ വടക്കേടത്ത്, യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അനൂപ് K ദിനേശൻ, കൊടകര യൂണിയൻ ഭാരവാഹികളായ നന്ദകുമാർ ചക്കമല്ലിശ്ശേരി, AB വിശ്വംഭരൻ തന്ത്രികൾ, KS ശ്രീരാജ, സുമാ ഷാജി, NB മോഹനൻ, പ്രഭാകരൻ മുണ്ടക്കൽ, KS സൂരാജ്, KI പുരുഷോത്തമൻ, ശ്രീധരൻ വൈക്കത്താടൻ, നന്ദകുമാർ മലപ്പുറം, KG സുരേന്ദ്രൻ, സൂര്യ ഗോപകുമാർ, TR പ്രദീപ്, പ്രണവ് ലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. അകത്തേക്ക് വരുവാനുള്ള എല്ലാ സൗകര്യങ്ങളും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കാത്തതിന്റെ കാരണം എന്താണ്? നമ്മുടെ സംഘടന നശിപ്പിക്കാൻ നടക്കുന്ന ചില കുലകുത്തികൾ നമ്മൾ ഉണ്ടായിട്ടപ്പെട്ടവർ. ഒരു കാര്യം അവർ സ്വന്തമായി ഒന്നും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യില്ല. ഉള്ള സംഘടനയുടെ പ്രവർത്തനത്തെ നശിപ്പിക്കാം. എന്ത് കുറ്റവും കുറവും പറഞ്ഞാലും ഞാനങ്ങനെ 30ാമത്തെ കൊല്ലത്തേക്ക് പ്രവേശിക്കുകയാണ്. SNDP പറഞ്ഞു അതിന് എന്നെ അവർ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് ചേർത്തലിൽ അടുത്ത മാസം 11-ാം തീയതി ഒരു യോഗം കൂടുന്നുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള 4 മന്ത്രിമാരെ സംബന്ധിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഞാൻ എത്ര മോശക്കാരനാണ്. അധികാരം പിടിച്ചു പറ്റാറില്ല. നമുക്ക് ഈ രാജ്യത്ത് ജനിച്ചെങ്കിൽ ജയിപ്പിക്കാൻ രാഷ്ട്രീയ അധികാരം അനിവാര്യമാണ്. ഏത് പാർട്ടിയായാലും കിടക്കുന്നില്ല. രാഷ്ട്രീയ അധികാരം തൃശ്ശൂരിൽ എത്രയോ MLA-മാരുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് നാമമാത്രമായ MLA-മാരായി മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥയിലേക്ക് മാറി. സാമുദായിക ശക്തി സമാഹരിച്ചാൽ മാത്രമേ നമുക്ക് സാമൂഹ്യ നീതി നേടണം. സാമൂഹ്യ നീതി എന്ന് പറഞ്ഞാൽ അതുപോലെ വൈക്കം സത്യാഗ്രഹം നടത്താൻ ഗുരുദേവൻ അന്നത്തെ കാലത്ത് കൊണ്ട് പണം കൊണ്ട് വള്ളത്തെപ്പ് സഞ്ചരിച്ച് സമര പന്തൽ ഗുരുദേവന്റെ പണം കൊടുക്കുന്നത്. അത് മാത്രമല്ല, പ്രജാസഭയിൽ കുമാരനാശാനെ പറഞ്ഞയച്ചതും സമുദായത്തിന് പ്രതിനിധിയായി ഗുരുദേവൻ പറഞ്ഞയച്ചു. അങ്ങനെ SNDP ഒരു സമര സംഘടനയാണ്. ആ സമര സംഘടനയെ ശക്തമായി വളർത്തി ഉയർത്തി എടുക്കേണ്ടത് സമുദായത്തിന് അനിവാര്യമായതാണ്. അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ അവകാശങ്ങൾ പിടിച്ചു വെക്കാറില്ല. നമുക്ക് അർഹതപ്പെട്ട വാങ്ങുവാനുള്ള കൂട്ടായ്മയോടുകൂടി സംഘടനയെ ഉദ്ധരിക്കുവാനും വളർത്തുവാനും അതിനോട് തകർക്കാൻ വന്ന ശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ സമുദായത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മളെല്ലാം ഒന്നായാൽ മാത്രമേ നന്നാകണമെങ്കിൽ നമ്മൾ. അപകടങ്ങളും മരണങ്ങളും തുടർച്ചയായി ഉണ്ടാകുന്ന പോട്ട ആശ്രമം ദേശീയപാത ജംഗ്ഷൻ താൽക്കാലികമായി അടയ്ക്കാൻ തീരുമാനിച്ചു. ദേശീയപാത അതോറിറ്റിയുടെയും നഗരസഭാ ചെയർമാന്റെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗമാണ് പോട്ട ആശ്രമം ജംഗ്ഷൻ താൽക്കാലികമായി അടയ്ക്കാൻ തീരുമാനിച്ചത്. നേരത്തെ ഇവിടെയുള്ള റോഡ് ക്രോസിംഗ് അടയ്ക്കണമെന്ന് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നു. അപകടങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ സ്ഥലം സന്ദർശിച്ച ഗതാഗത മന്ത്രിയും ഉദ്യോഗസ്ഥരും ഇവിടെ ക്രോസിംഗ് ഒഴിവാക്കണമെന്ന അഭിപ്രായം അറിയിച്ചിരുന്നതാണ്. എന്നാൽ പ്രധാനപ്പെട്ട റോഡ് ദേശീയപാത ക്രോസ് ചെയ്യാൻ ബദൽ സംവിധാനം ഒരുക്കണം എന്ന ആവശ്യം ഉണ്ടായതിനാൽ അടയ്ക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് MP, MLA, നഗരസഭാ ചെയർമാൻ എന്നിവരുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് ഇവിടെ അണ്ടർ പാസേജ് നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റി അനുമതി നൽകുകയും ഇതിന് 43 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി വരുന്നുമുണ്ട്.
മാർച്ച് മാസം കഴിയുന്നതോടെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്ന് യോഗത്തിൽ ദേശീയപാത അധികൃതർ അറിയിക്കുകയും ചെയ്തു. അപകടങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇവിടെ ആവശ്യമായ ഗതാഗത നിയന്ത്രണം അടിയന്തരമായി നടപ്പാക്കണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിൽ ദേശീയപാത അതോറിറ്റിയുടെയും നഗരസഭാ ചെയർമാന്റെയും നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് അധികൃതരുമായി ചർച്ച ചെയ്തു. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ ഇവിടെ ദേശീയപാതയിലെ ക്രോസിംഗ് ഒഴിവാക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി കിഴക്ക് ഭാഗത്തെ സർവീസ് റോഡിൽ നിന്നുള്ള പ്രവേശന ഭാഗവും മധ്യഭാഗത്തെ ക്രോസിംഗും അടയ്ക്കാൻ തീരുമാനമുണ്ടായി. ചാലക്കുടി ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ മുൻകാലത്ത് പോയിരുന്നതുപോലെ കിഴക്ക് ഭാഗത്ത് വീതി കൂട്ടിയ സർവീസ് റോഡിലൂടെ സുന്ദരിക്കവല വഴി പോട്ട ജംഗ്ഷനിലൂടെ പോകും. എഴുന്നള്ളപ്പ് പാതയിലൂടെ സർവീസ് നടത്തുന്ന ബസ്സുകളുടെ ക്രമീകരണം ബസ് ഉടമകളുമായി ആലോചിച്ച് തീരുമാനിക്കും. കോടതി ജംഗ്ഷനിലെ അണ്ടർ പാസേജിന്റെ ബെൽമൌത്തുകൾ കൂടുതൽ സൗകര്യപ്പെടുത്തുന്നതിനുള്ള നടപടികളും പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, ദേശീയപാത അതോറിറ്റി മാനേജർ ബിജുകുമാർ, SHO MK സജീവ്, ജോയിന്റ് RTO ഇൻചാർജ് V ശശി, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ ജോസഫ്, കൌൺസിലർമാരായ ബിജു S ചിറയത്ത്, ആനി പോൾ, MM അനിൽകുമാർ, ദീപു ദിനേശ്, VO പൈലപ്പൻ, ആലി ഷിബു, CS സുരേഷ്, വത്സൻ ചമ്പക്കര, ലിബി ഷാജി, ജോജി കാട്ടാളൻ, ബിജി സദാനന്ദൻ, KS സുനോജ് എന്നിവർ പങ്കെടുത്തു. നിലവില് പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനിൽ തുടർച്ചയായിട്ടുണ്ടാകുന്ന അപകടങ്ങളും ദാരുണമായിട്ടുള്ള മരണങ്ങളും ഒക്കെ കോട്ട സിഗ്നൽ ജംഗ്ഷൻ ഒരു ബ്ലാക്ക് സ്പോട്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു എതിരഭിപ്രായമില്ല. തുടർച്ചയായിട്ടുണ്ടാകുകയാണ് അവിടുത്തെ അപകടങ്ങളും ദാരുണമായിട്ടുള്ള മരണങ്ങളൊക്കെ തന്നെ. എന്തായാലും അവിടെ ഒരു ബദൽ സംവിധാനം വേണം എന്നുള്ളൊരു താല്പര്യവും ആഗ്രഹമാണ് ആ പ്രദേശവാസികൾക്കും ആ വഴിയിലൂടെ വാഹന ഗതാഗതം നടത്തുന്ന എല്ലാവർക്കും ഉള്ളത്. അവിടെ ഒരു ബദൽ സംവിധാനം തീർച്ചയായിട്ടും ഉണ്ടാകണം. കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ടാണ് നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. തത്വത്തിൽ ഇപ്പോൾ അവിടെ അണ്ടർ പാസേജ് നിർമ്മിക്കുന്നതിനുള്ള അനുമതിയും അതിനാവശ്യമായിട്ടുള്ള ഫണ്ടും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ആയതിനുള്ള ടെൻഡർ നടപടികളും ഇപ്പോൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടും വൈകാതെ തന്നെ ഈ മാർച്ച് മാസം കഴിയുന്നതോടുകൂടി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് നാഷണൽ ഹൈവേയുടെ അതോറിറ്റി നമ്മളെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എത്രയും വേഗം ഈ അപകട സാധ്യത ഏറ്റവും കൂടുതലുള്ള ഈ സിഗ്നൽ ജംഗ്ഷൻ അത് പൂർണ്ണമായും അടച്ച് ഗതാഗതം മറ്റു വഴികളിലൂടെ തിരിച്ചുവിടുന്ന ഒരു സംവിധാനം നടപ്പിലാക്കണം എന്ന് തന്നെയാണ് ഇന്ന് ചേർന്ന യോഗത്തിലെ ഏക അഭിപ്രായം ഉണ്ടായിട്ടുള്ളത്. ചാലക്കുടി ആശ്രമം ജംഗ്ഷൻ ട്രാഫിക് സേഫ്റ്റി അതോറിറ്റി വളരെ നേരത്തെ തന്നെ അടച്ചുപൂട്ടാനായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുള്ളതാണ്. പക്ഷെ അത് അടച്ചുപൂട്ടുന്ന സമയത്ത് അവിടെ പ്രാദേശികമായ പല എതിർപ്പുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അപ്പോൾ 2 ആളുകൾ അവിടെ മരണപ്പെടുന്ന ഒരു സാഹചര്യം വീണ്ടും ഉണ്ടായി. അത് ഇപ്പോൾ അടച്ചുപൂട്ടാനായിട്ടുള്ളൊരു തീരുമാനമാണ് നിലവിൽ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പഴയ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട്. അവിടെ ഒരു പുതിയ അടിപ്പാത അത് നാഷണൽ ഹൈവേ അതോറിറ്റി അതിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. ചാലക്കുടിയിലെ ബ്ലാക്ക് സ്പോട്ടുകളിൽ ഒന്നായിട്ടുള്ള കോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ അത് ആളുകൾക്ക് വലിയ ഒരു ശരിക്കും പറഞ്ഞ അപകടാവസ്ഥയിൽ നിൽക്കുന്നൊരു സമയമായിരുന്നു. നല്ലൊരു അപകട മരണം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിനെ സംബന്ധിച്ച് എന്താണ് തീരുമാനം എടുത്തിട്ടുള്ളത്? ചാലക്കുടി ആശ്രമം ജംഗ്ഷൻ ട്രാഫിക് സേഫ്റ്റി അതോറിറ്റി വളരെ നേരത്തെ തന്നെ അടച്ചുപൂട്ടാനായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുള്ളതാണ്. പക്ഷെ അത് അടച്ചുപൂട്ടുന്ന സമയത്ത് അവിടെ പ്രാദേശികമായ പല എതിർപ്പുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അപ്പോൾ 2 ആളുകൾ അവിടെ മരണപ്പെടുന്ന ഒരു സാഹചര്യം വീണ്ടും ഉണ്ടായി. അത് ഇപ്പോൾ അടച്ചുപൂട്ടാനായിട്ടുള്ളൊരു തീരുമാനമാണ് നിലവിൽ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പഴയ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട്. അവിടെ ഒരു പുതിയ അടിപ്പാത അത് നാഷണൽ ഹൈവേ അതോറിറ്റി അതിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് 2 മാസത്തിനുള്ളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവിടെ താൽക്കാലികമായി അത് അടച്ചുപൂട്ടി ബദൽ സംവിധാനം അധികം വൈകാതെ തന്നെ അവിടെ യാഥാർത്ഥ്യമാക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ ഈ അടയ്ക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം മധ്യഭാഗം അവിടെ നിന്ന് കയറി വരുന്ന ഭാഗമാണ്. അതെ അതെ അതെ. മോതിരക്കണ്ണി SNDP LP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ആനി ജോയ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് വിജേഷ് അധ്യക്ഷനായി. സ്കൂൾ മാനേജർ TB ഷാജി ആമുഖ പ്രസംഗം നടത്തി.
പ്രധാനാധ്യാപിക റീന ആന്റണി, SSG കമ്മിറ്റി അംഗം കല്യാണി ടീച്ചർ, മാതൃസംഗമം പ്രസിഡന്റ് ഹസീന നിഷാദ്, സ്റ്റാഫ് സെക്രട്ടറി സ്നേഹ പ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. അധ്യയന വർഷത്തിലെ പഠന മികവ് പ്രകടിപ്പിക്കുന്ന ഈ യോഗത്തില് ആഘോഷവേളയിൽ വേദിയിൽ അധ്യക്ഷം വഹിക്കുന്ന PTA പ്രസിഡന്റ്, സ്കൂളിന്റെ മാനേജർ, ഇന്നത്തെ ഈ മഹത്തായ കർമ്മം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ, MPTA, നമുക്ക് ഏവർക്കും കൃത്യമായ രീതിയിൽ സ്വാഗതം ആശംസിച്ച അറിവുകൾ പറഞ്ഞു നമ്മുടെ ടീച്ചറെ, ഈ വിദ്യാലയത്തിലെ അധ്യാപകരെ, രക്ഷിതാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുട്ടികളെ, നമ്മള് ഈ വർഷം വളരെ ധന്യമായ മുഹൂർത്തങ്ങളിലൂടെയാണ് കടന്നുപോയിരിക്കുന്നത്. അതായത് എല്ലാ വിധത്തിലും പഠന വിഷയത്തിലായാലും പാഠ്യേതര വിഷയങ്ങളിലായാലും നമ്മൾ നമ്മളുടേതായ അങ്ങനെ ഈ ഒരു വർഷത്തെ ഈ അധ്യയന വർഷത്തെ ഏറ്റവും അവസാനത്തെ പരിപാടിയാണ് അല്ലേ? അപ്പോ ഇവിടെയുള്ള ഇവർ പഠിപ്പിച്ച കലാപരിപാടികൾ, ഇവരുടെ കഴിവുകളാണ് ഇവിടെ ഇന്ന് പുറത്തുനിന്ന് ടീച്ചർമാരോ ഒന്നും പഠിപ്പിക്കാതെ നമ്മുടെ ടീച്ചർമാർ നമ്മുടെ കുട്ടികൾക്ക് അറിയുന്ന പരിപാടികളും ഇന്ന് നമ്മൾക്ക് വേണ്ടി ഇവരോട് അവതരിപ്പിക്കുക. ഇനി പരിപാടിയുടെ അധ്യക്ഷൻ സ്കൂളിലെ മാനേജർ ഷാജിച്ചേട്ടൻ, ഇവിടെ പഞ്ചായത്ത് ടീച്ചർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, കുട്ടികളെ, എല്ലാവർക്കും ഇന്നത്തെ ഈ പഠനോത്സവത്തിന്റെ ഏറ്റവും മധുരമായ ആശംസകൾ നേരുകയാണ്. ഒരു വർഷത്തെ നമ്മുടെ പഠന മികവ് വിലയിരുത്തുന്ന ഒരു ഉത്സവം തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി. നമുക്കറിയാം, ഒരു വർഷം എല്ലാ മേഖലകളിലും നമ്മൾ കായിക മാത്രമല്ല പാഠ്യ വിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലൊക്കെ ഒരുപാട് ഉന്നതിയിലെത്തിയ ഒരു കൊച്ചു വിദ്യാലയമാണ് നമുക്കറിയാം. ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിക്കൂടി അതിനൊക്കെ പുറകിൽ പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച മാതാപിതാക്കൾ, അതുപോലെ തന്നെ അതിനു വേണ്ടി തന്റെ കഴിവുകൾ തെളിയിച്ച നമ്മുടെ കൊച്ചുകുട്ടികൾ എല്ലാം ഒരു മുതൽക്കൂട്ടായിട്ട് നമ്മുടെ ഈ SNDP സ്കൂളിൽ ക്ലാസ് തലത്തിലാവട്ടെ, സബ് ജില്ലാ തലത്തിലാവട്ടെ, ഇനി അതിൽ നിന്നും അതിന്റെ പുറത്തേക്ക് ജില്ലാതലത്തിൽ മത്സരിക്കാനും നമ്മുടെ കുട്ടികളെത്തി. അവിടെ ആവട്ടെ നമ്മുടെ വലിയപാടം SNDP LP സ്കൂളിന്റെ പേര് കീർത്തി എത്ര ഉയർത്താൻ പറ്റുമോ അത്രയും നമ്മുടെ ഈ കുഞ്ഞു മക്കള് ഇത്ര പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഈ രക്ഷിതാക്കളും ഈ കുട്ടികളും അതൊക്കെ നേടിയെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, നിങ്ങളെല്ലാവരും ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ഉപജില്ലയില് 66 LP സ്കൂളുകളാണ് ഉള്ളത്. ആ LP സ്കൂളുകളിൽ വെച്ച് ഈ ഒരു കൊച്ചു വിദ്യാലയത്തിന് നമ്മുടെ നടന്ന കലോത്സവം എന്ന് പറയുമ്പോൾ അവിടെ ചിലര് പറയാ അവിടെ ഡാൻസും പാട്ടും. ഈ ഡാൻസ് പാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഈ മൈക്കിന് മുന്നിൽ വന്ന് നിന്ന് 5 മിനിറ്റ് അവൾക്ക് മടി കൂടാതെ ഒരു കാര്യം അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ. കൊരട്ടി പഞ്ചായത്ത് തല പഠനോത്സവം സംഘടിപ്പിച്ചു. കൊരട്ടി പഞ്ചായത്ത് LP സ്കൂളിൽ സംഘടിപ്പിച്ച പഠനോത്സവം ഇതൊരു മത്സരമല്ല, പരീക്ഷയുമല്ല എന്ന പ്രഖ്യാപനത്തോടെ കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അധ്യക്ഷത വഹിച്ചു. കൊരട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഡോക്ടർ KR സുമേഷ്, നൈനു റിച്ചു, BRC കോർഡിനേറ്റർ ബെറ്റി ഐവിൻ, PTA പ്രസിഡന്റ് CK റുനിത, പ്രധാനാധ്യാപിക സിനി ഗോപാൽ, രാജീവ് ഉപ്പത്ത് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പും BRCയും സംയുക്തമായി സംഘടിപ്പിച്ച വിദ്യാർത്ഥികളുടെ ലഘുനാടകങ്ങൾ, മൂകാഭിനയം, ഡോക്യുമെന്റേഷൻ, സംഘനൃത്തങ്ങൾ തുടങ്ങിയ വിവിധ കലാപരിപാടികളുടെ അവതരണങ്ങളാണ് പഠനോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടായത്.
നിറത്തിലുള്ള ക്യാമൽ, ഓറഞ്ച് നിറമുള്ള ക്യാമൽ. വടിയോലുള്ളത് ക്യാമൽ. മരങ്ങളവരെ വിളിച്ചു, തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി, ചില്ലകളവരെ കിളികളിൽ ചിലരിതു കണ്ട് കലപില കൂട്ടാനെത്തി. നാട്ടുകിളികളിൽ ചിലരിതു കണ്ട് കലപില കൂട്ടാനെത്തി. ദേശമതേതായ നമ്മൾ പറവകളെന്നതു നേര്. ദേശമതേതായാലും നമ്മൾ പറവകളെന്നതു നേര്. ദേശമതേതായാലും ഇനിയൊരു ഇടവേള.